ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ചിക്കൻ കറി ആയാലോ. അപ്പോൾ അതിൽ ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി എന്നിവ കുറച്ച് വെളിച്ചെണ്ണയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴണ്ടു വരുമ്പോൾ അതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക. കറിവേപ്പില ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ മുറിച്ച് വെച്ച തക്കാളിയും കൂടി ഇട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക. നന്നായിട്ട് വേവിച്ച് വരണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് സ്മൂത്തായിട്ട് വെന്ത് വന്നു കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു മിക്സിയിലിട്ടിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് മിക്സിയിലിട്ടിട്ട് ഇതുപോലെ അരച്ചെടുക്കാം. അത് കഴിഞ്ഞ് പിന്നെ അതേ ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിൽ കുറച്ച് കരിവേപ്പിലയും ഉള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ട് വഴണ്ടു വരുമ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല എന്നിവയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടിയും നല്ല രീതിയിൽ വഴറ്റി കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ ഇടാം. ചിക്കൻ പീസുകളിലോട്ട് നന്നായിട്ട് മിക്സ് ആകുന്നത് പോലെ, മസാലയൊക്കെ പിടിക്കുന്നത് പോലെ നന്നായി മിക്സാക്കി കഴിഞ്ഞിട്ട് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് വേവിക്കാം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ്, ഉള്ളിയുടെയും തക്കാളീൻ്റെ പേസ്റ്റ് ഇതിനകത്ത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് എല്ലായിടത്തും മിക്സായിട്ട് പിടിക്കുന്നത് പോലെ മിക്സാക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് പിന്നെ അടച്ച് വെച്ച് വേവിക്കുക. നന്നായിട്ട് വേവിച്ചെടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ എത്ര നന്നായിട്ട് വേവിക്കുന്നോ അതുപോലെ ടേസ്റ്റ് വരും. അപ്പോൾ നമ്മളിങ്ങനെ അരച്ച് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഉള്ളിയും തക്കാളി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഒരിച്ചിരി മല്ലിച്ചപ്പ് ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചിക്കൻ കറി റെഡി. അപ്പോൾ ഞാനിത് ഒരുപാട് എരിവാക്കിയിട്ടില്ല, കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഇച്ചിരി എരിവ് കുറവാണ്. നല്ല അടിപൊളി ചിക്കനാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ബായ്.